ഹലോ കൂട്ടുകാരെ, വിധിക്കാനും പഴിക്കാനും ആളുകൾക്ക് സാധിക്കും. പക്ഷേ ഒരു തീരുമാനമെടുത്താൽ അത് പ്രാബല്യത്തിൽ വരുത്താനും അതുപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരാൾ ശ്രമിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം അത് നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. കാരണം ഒരുപാട് സ്ത്രീകൾ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ ഉള്ളൂ, അവിടേക്ക് പ്രൈവറ്റ് ബസ്സുകളില്ല. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ഇതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഡെയിലി ഒരു 50 രൂപ, അതായത് 25 രൂപ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണമെങ്കിൽ തിരിച്ചു വരാനും 25 രൂപ വേണ്ടേ? അങ്ങനെ 50 രൂപ ചിലവാക്കി പോകുന്ന വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു 25 ദിവസം ഓടുമ്പോൾ തന്നെ എത്ര രൂപ ചിലവാകും? ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 12,000 രൂപ ശമ്പളം കിട്ടുന്നൊരു വ്യക്തിക്ക് ഒരു 12,500 രൂപ മിച്ചം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് മന്ത്രിയുടെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. പക്ഷേ പുള്ളി ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളി പറയുന്ന കുറേ കാര്യങ്ങൾ അത് പ്രാബല്യത്തിൽ വരുമോ വരില്ല എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് പുള്ളി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലെത്ര സത്യാവസ്ഥയുണ്ട് ഒന്നും അറിയില്ല. എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് അത് അല്ലെങ്കിൽ ദിവസം യാത്ര ചെയ്യുന്ന പുരുഷന്മാരുണ്ട്, യാത്ര ചെയ്യുന്നവരില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ 2,500 രൂപ നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ വരുമാനത്തിന് വരുന്നത്? അതാരും ശ്രദ്ധിച്ചില്ല അല്ലേ? അല്ലെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞിരുന്നു, അത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് അത് ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആരാണെങ്കിലും അതിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും ഒരു വ്യക്തി തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം എന്തായാലും ഒരു മുഖ്യസ്ഥാനത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. ഇനിയും പുതിയ തീരുമാനങ്ങളുമായിട്ട് അദ്ദേഹം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ വീട് തൃശ്ശൂരാണേ. അപ്പോൾ ഓർഡിനറി ബസ്സേ അങ്ങോട്ടുള്ളൂ, ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റുമൊക്കെയാണ് അങ്ങോട്ടുള്ളത്. ഓർഡിനറി ബസ്സൊന്നുമില്ല. എങ്കിലും കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ കാര്യം കേട്ടിട്ട് സന്തോഷിച്ചവരുമുണ്ട്, ധിക്കരിച്ചവരുമുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷം തന്നെയാണ്. എൻ്റെ സന്തോഷത്തിൽ പങ്ക് ചേരുന്നവർ നല്ല കമൻസ് ഇടാനായിട്ട് നോക്കുക. താങ്ക് യു.